ഏവലെ ആന്റി എള്ളുണ്ട ഉണ്ടാക്കി. നീ ഒന്ന് കഴിച്ചു നോക്കിയേ. എള്ളുണ്ട എള്ള് തിൽ 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 സിസമേ സീഡ്. എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിന്റെ പരമ്പരാഗതവും വളരെയധികം ആരോഗ്യ ഗുണങ്ങളും നിറഞ്ഞതുമായ മധുര പലഹാരമായ എള്ളുണ്ടയാണ്. എള്ളുണ്ട എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കറക്റ്റ് ആയിട്ട് നാം അറിയുകയാണെങ്കിൽ അത് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അത് കഴിക്കും. എന്തുകൊണ്ടെന്നാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിന്റെ ഒരു കലവറ തന്നെയാണ് എള്ള്. അതുപോലെ തന്നെ അയൺ, അതുപോലെ നല്ല കൊളസ്ട്രോൾ, ഫൈബർ, ഇതെല്ലാം എള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സമയം അതിന്റെ പിറകിൽ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. എള്ള് വറുത്ത് എടുക്കേണ്ട സമയവും അതുപോലെ ശർക്കര പാവ് കാച്ചി എടുക്കേണ്ട സമയം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. പെട്ടെന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എള്ളുണ്ട നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കുന്നതിനായി ആദ്യമേ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു ബോൾ വലുപ്പത്തിലുള്ള ഈ ശർക്കര ഇതുപോലത്തെ 4 എണ്ണം നമുക്ക് ഉരുക്കിയെടുക്കാം. ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉരുക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പരുവം നമ്മൾ അറിയുന്നത് ഇതിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് അല്ലെങ്കിൽ സ്പൂണിൽ എടുത്തിട്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പരുവമാകുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യണം. ശർക്കര നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പരുവമായി വരുന്നുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എള്ളുണ്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ എള്ള് എടുത്തിട്ടുണ്ട്. 100 ഗ്രാമിന്റെ എള്ളാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാമിന്റെ 2 പാക്കറ്റ് എള്ള്, കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്ത എള്ള് 100 ഗ്രാമിന്റെ 1 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ടോട്ടല് 300 ഗ്രാം. ഒരു കടായി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു. അത് നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ഇവിടെ 100 ഗ്രാം എള്ള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കടായിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ള എള്ളും കറുത്ത എള്ളും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എള്ള് ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം തീയിലിട്ടിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ പരുവം എന്ന് പറയുന്നത് എള്ളിനെ സൗണ്ട് വരെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ എള്ളുണ്ട നമ്മൾ ഉണ്ടാക്കുന്നത് ഒട്ടും വെള്ളം തൊടാതെയാണ്. ഇതൊട്ടും വെള്ളം തൊടാതെ ഉണ്ടാക്കുന്നത് കൊണ്ട്, നമ്മൾ വെള്ളം ഇതിനകത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് കേടാവത്തില്ല. ഇത് പലപ്പോഴും ഇതിന്റെ കറക്റ്റായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ അറിയാതെയാണ് ഇത് നേരത്തെ കഴിച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ നെറ്റിൽ ഒരു പ്രാവശ്യം ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ശർക്കരയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് പഞ്ചസാരയുടേതായ ഒരു പേടി നമുക്ക് വേണ്ട. മധുരം ഒരുപാട് ചെല്ലുമെന്നുള്ള ആ ഒരു പേടി നമുക്ക് വേണ്ട. ഒത്തിരി സമയം ഒന്നും ഇതിനാവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വറുത്ത് വരേണ്ട സമയം, ശർക്കര ഒന്ന് നമുക്ക് പാനി ഉണ്ടാക്കേണ്ട സമയം, ശർക്കര പാവ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് ഗ്രാമത്തിൽ നിന്ന് നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് ഇന്ന് കിട്ടി. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ 2-3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഒരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച എള്ളിന്റെയും ശർക്കരയുടെയും നെയ്യിന്റെയും കൂട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുത്ത് വരുമ്പോൾ ഇത് ഉണ്ടയാക്കാം. നല്ല പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ചെറിയ ഉണ്ടകളാക്കി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും കാഷ്യൂവും കൂടെ ഞാൻ നീളത്തിൽ അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്.
സാധാരണ കടകളിൽ ഇത് ലഭിക്കാറില്ല, പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുകൂടെ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയുമായി നമ്മൾ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. ബൈ. ഏവലെ ആന്റി എള്ളുണ്ട ഉണ്ടാക്കി, നീ ഒന്ന് കഴിച്ചു നോക്കിയേ. എള്ളുണ്ട എള്ള് തിൽ 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 സിസമേ സീഡ്. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? കൊള്ളാവോ? നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ടോ? മധുരം ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? മധുരവും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. താങ്ക് യു. നല്ലതാണേ, കഴിക്കണം കേട്ടോ.